വെടിനിർത്തൽ കരാർ നാളെ അവസാനിക്കാനിരിക്കെ ഇറാൻ അമേരിക്ക സമാധാന ചർച്ചയിൽ അനിശ്ചിതത്വം. ഭീഷണിയുടെ നിഴലിൽ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ചർച്ചയ്ക്ക് പ്രതിനിധികളെ അയച്ചില്ല. അതേസമയം അമേരിക്കൻ സംഘം ഉടൻ ഇസ്ലാമാബാദിലെത്തും. അന്തിമ കരാറിലെത്തും വരെ ഹോർമൂസിൽ ഇറാനെതിരായ ഉപരോധം തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. 2015-നേക്കാൾ മികച്ച കരാർ ഇറാനുമായി ഉണ്ടാക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. സായ് കുമാർ വിവരങ്ങളുമായി വാർഡസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സായ്, എന്താണ് ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നത്? ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ ചർച്ച അനിവാര്യമാണ്. പക്ഷേ ആ ചർച്ച പോലും അനിശ്ചിതത്വത്തിലായി നിൽക്കുന്ന സാഹചര്യം, ഇനി ചർച്ചയ്ക്കില്ല എന്ന നിലപാട് ഇറാൻ പ്രഖ്യാപിക്കുന്ന സാഹചര്യം, അതിനിടയിലും പ്രതീക്ഷ വയ്ക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്, എന്താണ് ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്നത് സായ് കുമാർ? റീജിത്ത്, ഇന്നത്തെ സംബന്ധിച്ച് പശ്ചിമേഷ്യ യുദ്ധത്തിൽ നിർണായകമാണ്. കാരണം അമേരിക്ക ഇറാന്റെ വെടിനിർത്തൽ നാളെ അവസാനിക്കാൻ പോകുന്നു. അതിനു മുൻപ് ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം കൂടുതൽ കലുഷിതമാകും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് തന്നെ ആ പ്രഖ്യാപനം വരികയും ചെയ്തു. അതായത് സമാധാന കരാറിൽ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിൽ ഇനിയൊരു നീട്ടിവെക്കൽ ഉണ്ടാകില്ല എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിലേക്ക് പോകുന്നു എന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. പക്ഷേ ഇതുവരെയായും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ഇറാൻ പ്രതികരിച്ചിട്ടില്ല. അവർ പറയുന്നത് ഭീഷണിയുടെ നിഴലിൽ ഒരു ചർച്ചയിലേക്ക് തങ്ങളില്ല എന്നു തന്നെയാണ്. ആ നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇസ്ലാമാബാദിൽ നടക്കുന്ന ഈ രണ്ടാം വട്ട ചർച്ചയെ സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അമേരിക്കൻ സംഘം പോകും എന്ന് പറയുമ്പോഴും ഇറാൻ അതിൽ നിന്ന് വിട്ടുനിൽക്കും, തങ്ങൾ ചർച്ചയ്ക്കില്ല എന്നുള്ള നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതിനവരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പലിന് നേരെ അമേരിക്ക സ്വീകരിച്ച നടപടി തന്നെയാണ്. സമാധാനത്തെക്കുറിച്ച് പറയുന്ന അമേരിക്ക തന്നെ എല്ലാ കരാറുകളും ലംഘിക്കുകയാണ്, തങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ ഭീഷണിപ്പെടുത്തി ചർച്ചയുടെ ടേബിളിലേക്ക് എത്താൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഒരുപോലെ പ്രസ്താവന ഇറക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ട്രംപിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം രാത്രി ട്രൂത്ത് സോഷ്യലിൽ വന്നത് മികച്ച ഒരു കരാർ, തൻ്റെ പിൻഗാമികളായിട്ടുള്ള ഒബാമയും ഒക്കെ 2015 ഉണ്ടാക്കിയ ആണവ കരാറിനേക്കാൾ മികച്ച ഒരു കരാർ, ലോകത്തിനാകെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു കരാറായിരിക്കും ഇറാനുമായി ഉണ്ടാക്കാൻ പോകുന്നത്. അമേരിക്ക വിജയത്തിലേക്കാണ് ചില മാധ്യമങ്ങൾ നൽകുന്നത് പോലെ ഇറാന്റെ സമ്മർദ്ദം, ഒരു കരാറിലേക്ക് പോകാനുള്ള ഒരു സമ്മർദ്ദം തനിക്ക് മേലില്ല. യഥാർത്ഥത്തിൽ ഇറാനാണ് ഈ കരാറിൻ്റെ ആവശ്യം. ഈ ഉപരോധം ഇങ്ങനെ നീണ്ടുപോയാൽ അത് ഇറാനെ എല്ലാ തരത്തിലും തകർക്കും. ഇനി ഒരു സമയം നീട്ടി നൽകില്ല. ഇനിയിപ്പോൾ കരാറിൽ ഉടൻ എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കുന്ന രീതിയിലേക്ക് ബോംബുകൾ ഇറാനിൽ വന്ന് വീഴും. അമേരിക്ക അതിന് എല്ലാ അർത്ഥത്തിലും സജ്ജമാണ് എന്ന ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയുള്ള പ്രതികരണം ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വരികയും ചെയ്തു. വിശദമായിട്ടുള്ളൊരു പോസ്റ്റാണ് ട്രൂത്ത് സോഷ്യൽ അദ്ദേഹം കുറിച്ചത്. ഇത് ഇറാനും അല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്കും മാത്രമായിരിക്കില്ല, ലോകത്തിനാകെ ഉപകാരപ്പെടുന്ന ഒരു സമാധാന കരാറാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു പ്രതീക്ഷ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇറാൻ പൂർണ്ണമായും ഈ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന് തന്നെയാണ് ഇന്നലെ വൈകിട്ട് അവരുടെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും പറഞ്ഞത്. ഒരു കാരണവശാലും ഈ ചർച്ചയിലേക്ക് തങ്ങളില്ല, തങ്ങളെ ഭീഷണിപ്പെടുത്തി ആണ് അമേരിക്ക കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നത്. അമേരിക്കയെ തങ്ങൾക്ക് വിശ്വാസമില്ല. ഒരു കരാർ എത്തിയാൽ പോലും അത് പാലിക്കുന്ന ഒരു രാജ്യമല്ല അമേരിക്ക. തുടർച്ചയായി ഈ വെടിനിർത്തൽ കരാർ ലംഘനമടക്കം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അമേരിക്ക പറയുന്ന ഈ ചർച്ചയിൽ തങ്ങൾക്ക് വിശ്വാസമേ ഇല്ല എന്നാണ് ഇറാൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം വന്നത്. അതുകൊണ്ട് വലിയ അനിശ്ചിതത്വം ഈ ചർച്ചയുടെ കാര്യത്തിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. പക്ഷേ ചൈനയും ഗൾഫ് രാഷ്ട്രങ്ങളടക്കമുള്ള രാജ്യങ്ങളും ഒക്കെ ഇതിൽ ഒരു സമാധാന കരാറിലേക്ക് എത്താൻ ഇപ്പോൾ ഇറാനുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ കൂടി കഴിഞ്ഞ ദിവസം വരികയും ചെയ്തിരുന്നു. പാകിസ്ഥാനും ഇറാൻ ഭരണാധികാരികളുമായി സംസാരിക്കുന്നുണ്ട്. ഏതെങ്കിലും വിധേന അവരെ ചർച്ചയുടെ ടേബിളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനം നാളെയോടുകൂടി വെടിനിർത്തൽ കരാർ അവസാനിക്കുകയാണ്. കരാർ നീട്ടില്ല എന്ന് ട്രംപ് പറയുമ്പോൾ നാളെയോടുകൂടി ഇതിൻ്റെ സ്വഭാവം വീണ്ടും മാറുമോ എന്ന ആശങ്ക ലോകത്താകമാനം ഉണ്ട്. ഇപ്പോൾ തന്നെ ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും തങ്ങളുടെ കൈവശമാണ്. വളരെ ചുരുക്കം ചില കപ്പലുകൾ മാത്രമേ അതുവഴി കടന്നുപോയിട്ടുള്ളൂ എന്നുകൂടി ഇറാൻ അവകാശവാദമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഹോർമൂസിലെ ഉപരോധവും ഈ കരാർ ഉണ്ടാകുന്നതുവരെ, അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ തുടരും എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. എന്നാലും പശ്ചിമേഷ്യ വലിയ ആശങ്കയുടെ നിഴലിൽ തന്നെയാണ് റിജിത്ത് ഇപ്പോൾ ഉള്ളത്. ശരി, സായ് കുമാർ വാർഡസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എന്തായാലും ചർച്ചയ്ക്കില്ല എന്ന നിലപാട് തന്നെ ഇറാൻ വ്യക്തമാക്കുന്നു. ഇനി എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം.